ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീക്വൻസ് സീരീസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് റിസൾട്ടുകളാണ്. കോഷീസ് തിയറം ഓൺ ലിമിറ്റ്സ്. കോഷീസ് തിയറംസ് ആണ്, ലിമിറ്റ്സിലുള്ള കോഷീസ് തിയറംസ് ആണ്. സോ ഫസ്റ്റ് റിസൾട്ട് ഈസ് if limit n tends to infinity an equal to L will implies limit n tends to infinity a1 plus a2 plus etc plus an by n equal to L. അതായത് ഒരു സീക്വൻസിന്റെ ലിമിറ്റ് L ആണെങ്കിൽ അതിന്റെ അരിത്മെറ്റിക് മീനുകളുടെ സീക്വൻസ് എടുത്താൽ അത് എന്തായിരിക്കും? L ആയിരിക്കും. ദാറ്റ് ഈസ് ദ സീക്വൻസ് a1 by 1, a1 plus a2 by 2, a1 plus a2 plus a3 by 3. ഈ സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ ആ സീക്വൻസിന്റെ ലിമിറ്റും എന്തായിരിക്കും? Lലേക്ക് തന്നെ ആയിരിക്കും. ഓക്കെ, സോ അതാണ് ചെയ്യാൻ പറയുന്നത്. വാട്ട് അബൌട്ട് ദ കോൺവേഴ്സ്? കോൺവേഴ്സ് എന്താവില്ല, ട്രൂ ആവില്ല. കാരണം a1 പ്ലസ് ഞാൻ ആയിട്ട് -1 ഹോൾ പവർ n എടുത്തു. അങ്ങനെയാണ് എനിക്ക് കിട്ടുന്നത് a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര പ്ലസ് an ബൈ n എന്ത് കിട്ടും? n ഈവൻ ആവുമ്പോ നമുക്ക് എന്ത് കിട്ടും? സീക്വൻസ് എങ്ങനെയാണ് പോകുന്നത് അല്ലെ? a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര പ്ലസ് an എന്ന് പറയുമ്പോൾ -1 പ്ലസ് 1 -1 പ്ലസ് 1 എക്സെട്ര പ്ലസ് -1 പവർ n. ഇഫ് n ഈസ് ഈവൻ, n ഈവൻ ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഇതിനെ പെയർ ചെയ്യാം അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. 0 if n ഈസ് ഈവൻ and -1 by n if n ഈസ് ഓഡ്. n ഓഡ് ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ പെയർ ചെയ്യാം. പെയർ ചെയ്യുമ്പോൾ ലാസ്റ്റ് എന്തായിരിക്കും? ഒരു -1 ബാക്കി ഉണ്ടായിരിക്കും. സോ -1 by n if n ഈസ് ഓഡ്. അതായത് ഓഡ് ടേംസുകളൊക്കെ എങ്ങോട്ടാ പോകുന്നത്? ഓഡ് ടേംസ് ഒക്കെ -1 by n ആണ്. ആൻഡ് ഈവൻ ടേംസ് ഒക്കെ എന്താണ്? 0 ആണ്. നൗ ഈവൻ ടേംസ് എങ്ങോട്ടാ കൺവേർട്ട് ചെയ്യുന്നത്? 0ലേക്ക് തന്നെ. ഓഡ് ടേംസ് എങ്ങോട്ടാ കൺവേർട്ട് ചെയ്യുന്നത്? 0ലേക്ക് തന്നെ. സോ ഇതിനെ ഞാൻ bn എന്ന് വിളിച്ചാല് bn ഈസ് ഓൾസോ കൺവേർജസ് ടു 0 ബട്ട് an ഡസ് നോട്ട് കൺവേർജസ് ടു 0. an is equal to എന്താണ്? -1 പവർ n ആണ്. അതെന്ത് ചെയ്യുന്നില്ല? കൺവേർജ് ചെയ്യുന്ന പോലും ഇല്ല. ഓക്കെ, അത് കൺവേർജ് ചെയ്യുന്നും ഇല്ല. അപ്പൊ നമുക്ക് അതിന്റെ കോൺവേഴ്സ് ട്രൂ ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, സോ നെക്സ്റ്റ് റിസൾട്ട് പറയുന്നത് നമ്മളിപ്പോ നോക്കിയത് അരിത്മെറ്റിക് മീനുകളെ കുറിച്ചാണ്. നെക്സ്റ്റ് പറയുന്നത് ജിയോമെട്രിക് മീനുകളെ കുറിച്ചാണ്. ഇഫ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an is equal to L with an strictly positive, an is strictly greater than 0, positive real numbers and L not equal to 0. അതിന്റെ ലിമിറ്റും എന്താവാൻ പാടില്ല? 0 ആവില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി nth root of a1 a2 etc an is also converges to L. Okay, സിമിലർലി എന്താ പറയാൻ പറ്റില്ല? ഇതിന്റെ കോൺവേഴ്സ് നമുക്ക് എന്താ പറയാൻ പറ്റില്ല? ട്രൂ ആണെന്ന് പറയാൻ സാധിക്കില്ല. സോ നെക്സ്റ്റ് റിസൾട്ട് പറയുന്നത് കോഷീസ് തിയറംസ് ആണ്. കോഷീസ് തിയറംസ് ഓഫ് ലിമിറ്റ്സ് ആണ്. നെക്സ്റ്റ് റിസൾട്ട് പറയുന്നത് സിസേറോസ് തിയറം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറം ആണ് സിസേറോസ് തിയറം. ദാറ്റ് ഈസ് if an converges to a and bn converges to b, then limit n tends to infinity an b1 plus an minus 1 b2 plus etc plus a1 bn by n is equal to ab. Equal to ab. അതായത് an b1 plus an minus 1 b2 plus etc plus a1 bn by n എന്തായിരിക്കും? എ ബിയിലേക്ക് കൺവേർജ് ചെയ്യും. ഇഫ് an converges to a and bn converges to b. ഓക്കെ, ഇത്രയും റിസൾട്ടുകളാണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. രണ്ട് റിസൾട്ടും കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് if an is a sequence of positive real numbers, that is an is strictly greater than 0, and if limit an plus 1 by an is equal to L, then limit n tends to infinity
an പവർ 1/n nth റൂട്ടിന്റെ സീക്വൻസ് സെയിം ആയിരിക്കും, എല്ലായിരിക്കും. അതായത് if an is greater than 0 and if limit n tends to infinity an plus 1/n equal to L, then limit n tends to infinity an power 1/n is equal to L. ഇതിനെ എന്താ പറയാൻ പറ്റില്ല, നമുക്ക് കോൺവേഴ്സ് ട്രൂ ആണെന്ന് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, if an is equal to സീക്വൻസ് നമുക്ക് 1 2 1 2 എക്സെട്ര എന്ന് എടുക്കുകയാണെങ്കിൽ an plus 1 an power 1/n എന്താ വരിക, an power 1/n 1 power 1/1 2 power 1/2 1 power 1/3 ഓക്കെ 2 power 1/4 എക്സെട്ര വരും. ദാറ്റ് ഈസ് ഇതിന്റെ ഓഡ് ടേംസ് ഒക്കെ എങ്ങോട്ടാ പോകുന്നത്, 1ലേക്ക് തന്നെ. n ഓഡ് ആണെങ്കിൽ an power 1/n കൺവേർജസ് ടു 1. ആൻഡ് ഇഫ് n is ഈവൻ ആണെങ്കിൽ എന്താ വരുന്നത്, an power 1/n എന്താ വരുന്നത് 2 power 1/2n ആ ഫോമിലാണ് വരുന്നത് അല്ലെ, 2 power 1/2n. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, this is equal to 2 power 1/n all power 1/2 2 power 1/n all power 1/2. What about 2 power 1/n? 2 power 1/n എങ്ങോട്ടാ പോകുന്നത്, 1ലേക്കാണ് പോകുന്നത്. സോ അതിന്റെ സ്ക്വയർ റൂട്ട് എവിടേക്കാണ് പോകുന്നത്, 1ലേക്ക് തന്നെ നമുക്ക് പോകുന്നു പറയാം. സോ an power 1/n also converges to 1. സോ നമുക്ക് എന്ത് പറയാം, ഓഡ് ടേംസിന്റെ സീക്വൻസും ഈവൻ ടേംസിന്റെ സീക്വൻസും സെയിം നമ്പറിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. സോ an power 1/n converges to 1. an power 1/n converges to 1. Now what about an plus 1/an? an plus 1/an this is equal to സീക്വൻസ് നമുക്ക് എങ്ങനെ എഴുതാം, an plus 1 a2/a1 2 a3/an this is equal to 1/2. നെക്സ്റ്റ് എന്താ വരുന്നത് 2 1/2 എക്സെട്ര. ഈ സീക്വൻസില് ഈവൻ ടേംസ് ഒക്കെ 2ലേക്ക് കൺവേർജ് ചെയ്യുന്നു, ഓഡ് ടേംസ് ഒക്കെ 2ലേക്ക് കൺവേർജ് ചെയ്യുന്നു, ഈവൻ ടേംസ് ഒക്കെ 1/2ലേക്ക് കൺവേർജ് ചെയ്യുന്നു. സോ ദിസ് സീക്വൻസ് ഡസ് നോട്ട് കൺവേർജ്. ഈ സീക്വൻസ് എന്താവുന്നില്ല, ഡസ് നോട്ട് കൺവേർജ്. അപ്പൊ നോക്കുക, നമ്മൾ ഈ സീക്വൻസ് എടുത്തപ്പോ an എന്നുള്ള സീക്വൻസ് എടുത്തപ്പോ അത് കൺവേർജ് ചെയ്യാത്തൊരു സീക്വൻസ് ആണ് നമ്മൾ എടുത്തത്, അതുകൊണ്ടായിരിക്കാം ഇവിടെ എങ്ങനെ വന്നത്. അപ്പോ ഇതിന്റെ കൂടെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ കണ്ടീഷൻ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് എന്ത് പറയാം, ഈ രണ്ട് ലിമിറ്റുകളും സെയിം ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അതായത് ഈ an is റിസൾട്ടിന് ഒന്നുകൂടി മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നോക്കാം. if limit n tends to infinity an exists finitely, then finitely or infinitely, then limit n tends to infinity an plus 1/an equal to limit n tends to infinity an power 1/n. Okay, an power 1/n. അപ്പൊ ഇത്രയും റിസൾട്ടുകളാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീക്വൻസ് ആൻഡ് സീരീസിൽ നോക്കാനുള്ളത്, നമുക്ക് റെഫർ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ സീക്വൻസ് ഉപയോഗിച്ചിട്ടാണ് മേജർ പ്രോബ്ലംസും ഏത് എക്സാമിനായാലും ചോദിക്കുന്നത്. സോ വളരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നോക്കേണ്ട ഒരു ഭാഗമാണ് ഈ ഒരു പോർഷൻ. ഓക്കെ, താങ്ക് യു.